ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 88. ഖൗലത ബിൻത് ഹക്കീം ഖാലത്, ഖൗല ബിൻത് ഹക്കീം എന്ന റളിയല്ലാഹു അൻഹ പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ നസല മൻസിലൻ ഫഖാൽ, ആരൊരുത്തൻ ഒരിടത്ത് ഇറങ്ങി, ഉദാഹരണത്തിന് ഒരു യാത്രൻ്റെ ഇടയിൽ ഒരിടത്ത് ഇറങ്ങി, ഫഖാല എന്നിട്ട് അയാൾ പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ഞാൻ കാവൽ തേടുന്നു ബികലിമാത്തില്ലാഹി താമ്മാത്തി അല്ലാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ച എല്ലാ തിന്മകളിൽ നിന്നും. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ പറഞ്ഞാൽ ലം യദുറഹു ഷൈഉൻ, ഒന്നും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഹത്താ യർതഹില മിൻ മൻസിലിഹി, ആ സ്ഥാനത്ത് നിന്ന് അവൻ പോകുന്നത് വരെ, മിൻ മൻസിലിഹി ദാലിക, ആ സ്ഥാനത്ത് നിന്ന് അവൻ പോകുന്നത് വരെ. ഈ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നത് നമ്മൾ യാത്രക്കിടയിലൊക്കെ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ചൊല്ലാൽ സുന്നത്തുള്ളൊരു ദിക്റാണ്. ഇത് വൈകുന്നേരം 3 പ്രാവശ്യം ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്, വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഷറഹിൽ തുടരാൻ, വസബബു നുസൂലി ഹാദിഹിൽ ആയത്തി, ഈ ആയത്തിന്റെ അവതരണ കാരണം, അന്നൽ അറബ കാനൂ ഫിൽ ജാഹിലിയത്തി ഇദാ നസലു മൻസിലൻ ഖാല അഹദുഹും, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളെ ഒരിടത്ത് ഇറങ്ങിയാൽ അവർ പറയുമായിരുന്നു, അഊദു ബി സയ്യിദി ഹാദിൽ വാദി മിൻ ശർരി സുഫഹാഇ ഖൗമിഹി, അഊദു ഞാൻ കാവൽ തേടുന്നു ബി സയ്യിദി ഹാദിൽ വാദി, ഈ താഴ്വരയുടെ നേതാവിനെ കൊണ്ട്, മിൻ ശർരി സുഫഹാഇ ഖൗമിഹി അവൻ്റെ ജനങ്ങളിലെ മടയന്മാരുടെ ഷെറുകളിൽ നിന്ന്, മൂടന്മാരുടെ ഷെറുകളിൽ നിന്ന്, ജിന്നുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇപ്പൊ ജിന്നുകളുടെ നേതാവിനോട് കാവൽ തേടുന്ന രീതി ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അറബികൾ ഉണ്ടായിരുന്നു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയത്ത, അപ്പോൾ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി. എന്ത്? വഅന്നഹു കാന റിജാലുൻ മിനൽ ജിന്നി യഊദൂന ബിരിജാലിൻ മിൻ വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് കാവൽ തേടിയിരുന്നു എന്ന്. ഫഹാദിഹി അഖീദത്തുൻ ജാഹിലിയത്തുൻ, ഇത് ജാഹിലിയ വിശ്വാസമാണ്. ഇത് ജിന്നുകളോട് കാവൽ തേടാനില്ല. അബ്തലഹ അല്ലാഹു സുബ്ഹാനഹു വതആല ബിൽ അംരി ബിൽ ഇസ്തിആദത്തി ബിഹി വഹ്ദഹു ലാ ശരീക ലഹു, അവനോട് മാത്രം കാവൽ തേടാൻ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാവൽ തേട്ടത്തെ ബാത്തിലാക്കി. അത് വ്യാജമാണ്, പാടില്ലാത്തതാണ്. ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു പങ്കുകാരനുമില്ല. വദാലിക ഫീ ഖൗലിഹി, അതാണ് നബി വചനത്തിൽ വന്നത്. എന്ത്? അൻ ഖൗലത ബിൻത് ഹക്കീം റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ലം യദുറഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞ ഹദീസ്. ഹാദിഹി, ഇത് ഹിയൽ ഇസ്തിആദത്തു ശർഇയ്യത്തുൽ ബദലിയ്യത്തു മിൻ ഇസ്തിആദത്തി ശിർകിയ്യത്തി, ശിർകിയായ ഇസ്തിആദ ഉണ്ടല്ലോ, അതായത് എന്ത്? അഊദു ബിസയ്യിദി ഹാദിൽ വാദി മിൻ ശർരി സുഫഹാഇ ഖൗമിഹി എന്ന് പറഞ്ഞിട്ട് ജിന്നുകളുടെ നേതാവിനോട് കാവൽ തേടിയുന്ന ആ ശിർകിയായ ഇസ്തിആദത്ത്, അതിന് ബദലായിട്ട് ഷർഈയായിട്ടുള്ള, ഷർആക്കപ്പെട്ടുള്ള, ദീൻ ഷർആക്കിയിട്ടുള്ള കാവൽ തേട്ടമാണ് ഈ പഠിപ്പിച്ചത്. ഏത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന്. ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന വചനത്തിൽ കലിമാത്തുല്ലാഹ് എന്നത് അല്ലാഹുവിന്റെ വചനങ്ങൾ, അൽ മുറാദു ബിഹ, അതുകൊണ്ടുള്ള ഉദ്ദേശം കലാമുഹു സുബ്ഹാനഹു വതആല അൽ മുനസ്സലു അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ സംസാരമാണ്. വൽ ഇസ്തിആദത്തു ബിൽ ഖുർആനി മശ്റൂഅത്തുൻ, ഖുർആൻ കൊണ്ടുള്ള ഇസ്തിആദത്ത് എന്നത് ഷർആക്കപ്പെട്ടതാണ്, കാവൽ തേട്ടം. ലിഅന്നൽ ഖുർആന കലാമുല്ലാഹി, കാരണം ഖുർആൻ എന്നത് അല്ലാഹുവിന്റെ കലാമാണ്. ഫൽ ഇസ്തിആദത്തു ബിൽ ഖുർആനി ഇസ്തിആദത്തുൻ ബിസിഫത്തിൻ മിൻ സിഫാത്തില്ലാഹി, അപ്പോൾ ഖുർആൻ കൊണ്ടുള്ള കാവൽ തേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നിന്നുള്ളൊരു സിഫത്ത് കൊണ്ടുള്ള കാവൽ തേട്ടമാണ്. വഹിയ അൽ കലാം, കാരണം അത് കലാമാണ്, അള്ളാഹുവിൻ്റെ കലാം. വലൈസത്ത് ഇസ്തിആദത്തുൻ ബി മഖ്ലൂഖിൻ, അതെന്തല്ല, ഒരു പടപ്പിനോടുള്ള, സൃഷ്ടിയോടുള്ള കാവൽ തേട്ടം അല്ല. വസ്തദല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ബിഹാദിൽ ഹദീസി അലാ അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖിൻ, ഈ ഹദീസ് കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തെളിവ് പിടിച്ചിരിക്കുന്നത് ഖുർആൻ എന്നത് സൃഷ്ടിയല്ല,
പടപ്പല്ല എന്ന്. ലിയൻഹു ലാ തജൂസുൽ ഇസ്തിആദത്തു ബിൽ മഖ്ലൂഖി, കാരണം കാവൽത്തേട്ടം പടപ്പുകളെ കൊണ്ടുള്ള കാവൽത്തേട്ടം അനുവദനീയമല്ല. ഫലൗ കാനൽ ഖുർആനു മഖ്ലൂഖൻ കമാ തഖവ്വലഹുൽ ജഹ്മിയ്യത്തു വൽ മുഅ്തസിലത്തു ലസ്വറ ഹാദാ മിനൽ ഇസ്തിആദത്തി ബിൽ മഖ്ലൂഖി വഹിയ ശിർക്കുൻ. ഖുർആൻ സൃഷ്ടിയായിരുന്നുവെങ്കിൽ ജഹ്മികളും മുഅ്തസിലികളൊക്കെ വാദിക്കുന്നത് പോലെ ഈ ഇസ്തിആദത്ത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ഇസ്തിആദത്ത് അത് പടപ്പിനോടുള്ള സൃഷ്ടിയോടുള്ള കാവൽത്തേട്ടമായി മാറുമായിരുന്നു. അത് ഷിർക്കാണ്. കമാ ദല്ല ഹാദൽ ഹദീസ് അലാ മശ്റൂഇയ്യത്തിൽ ഇസ്തിആദത്ത് ബില്ലാഹി അസ്സ വജൽ വതർക്കിൽ ഇസ്തിആദത്ത് ബിഗൈരിഹി സുബ്ഹാനഹു വതആല. അപ്പോൾ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു അസ്സ വജലിനെ കൊണ്ട് ഇസ്തിആദത്ത് തേടാം, അവരോട് ഇസ്തിആദത്ത് കാവൽ തേടാം എന്നതും അതേപോലെ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ഇസ്തിആദത്ത് ഒഴിവാക്കണം എന്നതും ആണ്. വഖൗലുഹു അത്താമ്മാത്തി, ഇവിടെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നുള്ളതിലെ അത്താമ്മാത്തി സംപൂർണമായ ഐ അസ്വാദിഖാത്തിൽ ആദിലാത്തി നീതിപൂർവമായ സത്യസന്ധമായ ഐ അല്ലത്തി ലാ യതതറഖു ഇലൈഹാ നഖ്സുൻ ഒരു ന്യൂനതയും ഇല്ലാത്ത അങ്ങനെയുള്ളതാണ് എന്ത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ലിഅന്ന കലാം അല്ലാഹി സുബ്ഹാനഹു വതആല കാമിലുൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാം സംസാരം എന്നത് സമ്പൂർണ്ണമാണ്. ലിഅന്ന അല്ലാഹ ജല്ല വഅല കാമിലുൻ, കാരണം അള്ളാഹു കാമിലാണ്, സമ്പൂർണ്ണ. സിഫാത്തുഹു കാമിലത്തുൻ, അവന്റെ വിശേഷണങ്ങളും കാമിലത്താണ്. കലാമുഹു കാമിലുൻ, അവന്റെ സംസാരം കാമിലാണ്, പൂർണ്ണമാണ്, സമ്പൂർണ്ണമാണ്. ലാ യതതറഖു ഇലൈഹി നഖ്സു, അതിൽ ഒരു ന്യൂനതയും ഉണ്ടാവുകയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ലാ യഅതീഹിൽ ബാതിലു, അവൻ അതിലേക്ക് അല്ലാഹുവിന്റെ കലാമിലേക്ക് ബാത്തിൽ വ്യാജം വരികയില്ല. മിൻ ബൈനി യദൈഹി, മുമ്പിൽ നിന്നോ, വലാ മിൻ ഖൽഫിഹി, പിറകിൽ നിന്നോ. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, യുക്തിജ്ഞനും സ്തുത്യർഹനുമായ അവങ്കിൽ നിന്നുള്ള അവതരണം ആണ് അത് എന്ന്. മറ്റൊരായത്ത് വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലഹ് ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. തമ്മത് കലിമതു റബ്ബിക, നിന്റെ റബ്ബിന്റെ നാഥന്റെ കലിമത്ത് വചനം സമ്പൂർണമായിരിക്കുന്നു. സിദ്ഖൻ സത്യസന്ധമായിട്ടും സത്യമായിട്ടും വഅദ്ലൻ നീതിപൂർവമായിട്ടും. ലാ മുബദ്ദില ലികലിമാതിഹി, അവന്റെ വചനത്തിന് മാറ്റമില്ല, അത് പകരം വെക്കാനില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനാകും. ഫകലിമാത്തുല്ലാഹി താമ്മത്തുൻ, അപ്പോൾ അല്ലാഹുവിന്റെ വചനങ്ങൾ സമ്പൂർണ്ണമാണ്. ലാ യതതറഖു ഇലൈഹാ നഖ്സുൻ മിൻ വജ്ഹിൻ മിനൽ വുജൂഹി, ഒരു നിലക്കും അതിന് ന്യൂനതകളില്ല. വലിദാലിക കാനൽ ഖുർആനു അൽ കരീമു കാമിലൻ, ഇക്കാരണത്താൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാണ്. ലാ യതതറഖു ഇലൈഹി നഖ്സുൻ, അതിന് ന്യൂനത ബാധിക്കുകയില്ല, അതിന് ഒരു ന്യൂനതയുമില്ല. വാഫിൻ ബി ഹവായിജിൻ നാസി, ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. വൽ ഹുക്മു ഫീഹാ ബൈനഹും, അതേപോലെ ഫീമാ ബൈനഹും, അവർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. വഇസാലത്തു ശുകൂക്കി വശിർക്കി വൽ കുഫ്രി വൽ ഇൽഹാദി, അതേപോലെ വാഫിൻ ബി ഹവായിജിൻ നാസി വൽ ഹുക്മി ഫീമാ ബൈനഹും വഇസാലത്തു ശുകൂക്കി വശിർക്കി വൽ കുഫ്രി വൽ ഇൽഹാദി, സംശയങ്ങൾ, ഷിർക്ക്, സത്യനിഷേധം, കുഫ്ർ, ഇൽഹാദ്, നിരീശ്വര നിർമ്മതവാദം, ഇതിനെയൊക്കെ നീക്കം ചെയ്യുന്നതും. ബയാനിൽ അഹ്കാമി വൽ അദ്ലി ബൈനന്നാസ്, ഹുക്മുകളും നീതിയും ജനങ്ങൾക്കിടയിൽ വിവരിക്കുന്നതും. കുല്ലു ഹാദാ ഫിൽ ഖുർആൻ, ഇതെല്ലാം ഖുർആനിലുണ്ട്. ലിഅന്നഹു കലാമുല്ലാഹി സുബ്ഹാനഹു വതആല, കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ്, കലാമാണ്. വഫദ്ലു കലാമുല്ലാഹി അലാ കലാമി ഗൈരിഹി കഫളില്ലാഹി സുബ്ഹാനഹു വതആല അലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഫദ്ല്, ശ്രേഷ്ഠത, മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ശ്രേഷ്ഠത എന്നത് അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികൾക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. ഫൽ ഹാസിലു, അപ്പോൾ ഹാസിലാകുന്ന കാര്യം ചുരുക്കം, അന്നൽ കിതാബ വസ്സുന്നത ഖദ് ദല്ലാ അലാ അന്നൽ ഇസ്തിആദത ഇബാദത്തുൻ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറിയിച്ചിരിക്കുന്നു എന്ത് ഇസ്തിആദത്ത് കാവൽത്തേട്ടം എന്നത് ഇബാദത്താണ്. വമാദാമ അന്നഹ ഇബാദത്തുൻ ഫലിസ്തിആദത്തു ബിഗൈരില്ലാഹി തകുനു ശിർക്കൻ അക്ബറു യഖ്റുജു ബിഹി സ്വാഹിബുഹു മിനൽ മില്ലത്തി. അപ്പോൾ അത് ഇസ്തിആദത്ത് ഇബാദത്താവുമ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിആദത്ത് കാവൽത്തേട്ടം എന്താകും? ഷിർക്കാകും.
അത് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കാകും. എങ്ങനെ? യഖ്റുജു ബിഹി സ്വാഹിബു മിനൽ മില്ലത്തി, മില്ലത്തിൽ നിന്ന് അത് ചെയ്യുന്ന ആള് പുറത്തു പോകും. അത്തരത്തിലുള്ള ഷിർക്കുൻ അക്ബറാണ്. ഫല്ലദി യസ്തഈദു ബിൽ ജിന്നി ഔ ബിശ്ശയാത്തീൻ, അപ്പോൾ ജിന്നിനോടോ ഷെയ്ത്താന്മാരോടോ കാവൽ തേടുന്നയാൾ യകൂനു കാഫിറൻ അൽ കുഫ്റുൽ അക്ബർ, അയാള് വൻ കുഫ്ർ ചെയ്ത, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ർ ചെയ്ത കാഫിറാകും. മുശ്രിക്കൻ ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനെ കൊണ്ട് അല്ലാഹു അസ്സ വജൽ ഷിർക്ക് ചെയ്തവനാകും. കല്ലദീന യക്തുബൂൽ ഹുജുബ വത്തലാസിൽ, തൊൽസമാത്ത് ഹുജുബ് ഒക്കെ എഴുതുന്നവരെ പോലെ. അതായത് ചില എണ്ണങ്ങൾ, വരാക്കുറി, എഴുത്തൊക്കെ എഴുതിയിട്ട് അത് ഔറാക്കുകളിലൊക്കെ എഴുതിയിട്ട് അതിനെ എന്താക്കുക, ഹിഫ്ള്, സംരക്ഷണമായി കണക്കാക്കുക. തൊൽസമാത്തിൻ്റെ ഒക്കെ പണികൾ. ജിന്നി, അതുപോലെ ഷെയ്ത്താന്മാരെ കൊണ്ട് അവർ കാവൽ തേടുന്നു. ജിന്നുകളിലെ മരടന്മാർ അല്ലെങ്കിൽ ജിന്നുകളിലെ മുഅ്തദീങ്ങൾ, അതിക്രമകാരികളെ ഇവിടെ അവർ കാവൽ തേടുന്നു. യക്തുബൂന അസ്മാ ഷയാത്തീൻ ഫി കിതാബാത്തിഹിം, അവരുടെ എഴുത്തുകളിൽ ഷെയ്ത്താന്മാരുടെ പിശാചുക്കളുടെ പേരുകൾ എഴുതുന്നു. വഫി തലാസിമിഹിം, അവരുടെ തൊൽസമാത്തിലും. وكذلك الذين ينادون الجن عند الشدة وعند الخوف هذا أيضا كله من الشرك الأكبر لأنه استعاذة بغير الله سبحانه وتعالى. ഇതിൽ പെട്ട് തന്നെയാണ്, അപ്രകാരം തന്നെയാണ് എന്ത്, ഷിദ്ദത്ത്, കാഠിന്യം, ഖൗഫ്, ഭയം, അങ്ങനെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജിന്നിനെ വിളിക്കുക. എന്നിട്ട് ഇതെല്ലാം എന്താണ്? ഷിർക്കുൽ അക്ബറാണ്. മില്ലത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. കാരണം അത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് കാവൽ തേട്ടമാണ്. ആരെങ്കിലുമായിട്ട് തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ വഴക്കിടുമ്പോൾ ചില ആളുകൾ, ഒരാൾ പറയാണ് എന്നെങ്ങനെ, ഫയഖൂൽ യാ ജിൻ ഖുദൂഹു ഇഫ്അലു ബിഹി കദാ വകദാ, ഓ ജിന്നെ അയാളെ പിടിക്കൂ, അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കൂ എന്ന്. വഹാദാ ഷിർക്കുൻ ബില്ലാഹി അസ്സ വജൽ, ഇത് അള്ളാഹു അസ്സ വജൽ ഷിർക്ക് ചെയ്യലാണ്. ഇത് കാന യഖ്സുദുൽ ഇസ്തിആനത ബിഹിം, ആ തേട്ടം കൊണ്ട് അവൻ അവരെ കൊണ്ട് ഈ ജിന്നുകളെ കൊണ്ട് സഹായം തേടലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. കദാലിക്കല്ലദീ യുആലിജുൻ നാസ ബിൽ ഇസ്തിആനതി ബിൽ ജിന്നി, പ്രകാരം തന്നെ ജനങ്ങളെ ജിന്നുകളോട് സഹായം തേടിക്കൊണ്ട് ചികിത്സിക്കുന്നവരുണ്ട്. അവരും വസുആലുഹും ബിൽ ഇസ്തിആനതി ബിൽ ജിന്നി വസുആലിഹിം അനിൽ മറദി, രോഗത്തെ സംബന്ധിച്ച് ജിന്നുകളോട് ചോദിക്കുക. ഔ അനില്ലദീ സഹറൽ മരീദ, അല്ലെങ്കിൽ രോഗിക്ക് സിഹർ ചെയ്തത് ആരാണ് എന്ന് സംബന്ധിച്ച് ജിന്നുകളോട് ചോദിക്കുക. ഇങ്ങനെ ജിന്ന് സേവ നടത്തുക, ഇത് ഷിർക്കാണ്. വഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ, വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്. വയൗമ യഹ്ശുറുഹും, അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അന്ത്യനാളിൽ. ജമീഅൻ, എല്ലാം, അവരെല്ലാം. യാ മഅശറൽ ജിന്നി, അപ്പോൾ ജിന്നുകളോട് പറയാം എന്താ, ഓ ജിന്ന് സമൂഹമേ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ മനുഷ്യവർഗത്തിൽ ധാരാളം ആളുകളെ വഴിപിഴപ്പിച്ചു. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, അപ്പോൾ മനുഷ്യരിൽപ്പെട്ട അവരുടെ കൂട്ടുകാർ, ജിന്നുകളുടെ കൂട്ടുകാർ പറയും, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങൾ ചിലരെ കൊണ്ട് സുഖമെടുത്തു, അതല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം സുഖമെടുത്തു. ഖാലൽ ഉലമാഉ ഫി തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയുന്നു, ഇസ്തിംതാഉൽ ഇൻസി ബിൽ ജിന്നി, ജിന്നിനെ കൊണ്ട് മനുഷ്യൻ സുഖമെടുക്കുക എന്ന്, ഉപയോഗമെടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹും യസ്തഈദൂന ബിഹിം മിമ്മാ യക്റഹൂൻ, അവർക്ക് പറ്റാത്ത കാര്യങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നു, ജിന്നുകളോട് കാവൽ തേടുന്നു. വയത്ലുബൂന മിൻഹും മാ യുരീദൂൻ, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജിന്നുകളോട് മനുഷ്യർ തേടുന്നു. ഫൽ ജിന്നു തഖ്ദുമുഹും, അപ്പോൾ ജിന്ന് എന്ത് ചെയ്യും, ജിന്നുകൾ അവർക്ക് സേവ നടത്തുന്നു. വതുഹദ്ദിറു ലഹും അൽ ഗായിബ വൽ ബഗീദ, ദൂരത്തുള്ളതും ഗായിബായതും കാണാതെ പോയതൊക്കെ അവർക്ക് ഹാദിറാക്കി കൊടുക്കുന്നു. വതഖ്ലീ ബഅദ ഹവായിജിഹിം, അവരുടെ ചില ആവശ്യങ്ങളൊക്കെ നിവർത്തി കൊടുക്കുന്നു. ലിഅന്ന ഹുനാക അഷ്യാഉ ലാ യഖ്ദിറു അലൈഹാ അൽ-ഇൻസു, കാരണം ചില കാര്യങ്ങളുണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ ജിന്നുകൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാം ചെയ്യുന്നുള്ളതല്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു കൊടുക്കും. ഫഹും യസ്തഈദൂന ബിൽ ജിന്നി, അവർ ജിന്നുകളോട് കാവൽ തേടുന്നു. വയസ്തംതിഊന ബിൽ ജിന്നി, ജിന്നുകളെ കൊണ്ട് ഉപകാരമെടുക്കുന്നു. ബിമാന, എന്തർത്ഥത്തിൽ,
അന്നൽ ഇൻസ യസ്തഖ്ദിമൂനൽ ജിന്ന ഫി ബഅദി ഉമൂരിഹിം. ചില കാര്യങ്ങളിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യർ അവരെന്ത് ചെയ്യുന്നു, ജിന്നുകളോട് സേവ തേടുന്നു. ഹാദാ ഇസ്തിംതാഉൽ ഇൻസി ബിൽ ജിൻ. ഇതാണ് മനുഷ്യൻ ജിന്നുകളെ കൊണ്ട് ഉപയോഗമെടുക്കൽ. വസ്തിംതാഉൽ ജിന്നി ബിൽ ഇൻസി. ഇനി ജിന്ന് മനുഷ്യരെ കൊണ്ട് ഉപയോഗമെടുക്കൽ എന്താ? പരസ്പരം എന്നല്ലേ പറഞ്ഞത്. അന്നൽ ഇൻസ യഖ്ദഊന ലഹും വയുഅള്ളിമൂനഹും വയുജില്ലൂനഹും. മനുഷ്യർ, ഇങ്ങനത്തെ മനുഷ്യരെന്ത് ചെയ്യും, ഈ ശിർക്ക് ചെയ്യുന്ന മനുഷ്യർ അവർ ജിന്നുകൾക്ക് താഴ്മ കാണിക്കും, ജിന്നുകളെ ആദരിക്കും, അവരെ മഹത്വവൽക്കരിക്കും. ഫഫി ഹാദ ഇസ്തിംതാഉൻ ലിൽ ജിന്നി ബിൽ ഇൻസി. ഇവിടെ ഇൻസുകളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് ജിന്നിന് ഇസ്തിംതാഅ്. ഫകുല്ലും മിനൽ ഫരീഖൈനി ഇസ്തംതാഅ ബിൽ ആഖിരി. അപ്പോൾ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി, ഇസ്തിംതാഅ്. ഹാദ ഇസ്തംതാഅ ബിഹുസൂലി ഹവായിജിഹി വഹാദ ഇസ്തംതാഅ ബിതഅലീമി. ഒരു കൂട്ടർ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ഇസ്തിംതാഅ്, ഒരു കൂട്ടർ അവർക്ക് ആദരവ് കിട്ടുന്നു എന്നുള്ള ഇസ്തിംതാഅ്. ഫസർഫുഹു ഹാദാ അൽ ഇൻസിയു ഇലൽ കുഫ്രി ഫസറഫഹു ഹാദാ അൽ ഇൻസിയു ഇലൽ കുഫ്രി ബദൽ ഈമാൻ. ഇത് മനുഷ്യൻ എന്താക്കും, കുഫറിലേക്ക് മനുഷ്യൻ നയിക്കും, തിരിക്കും. ബദൽ ഈമാൻ, ഈമാന് പകരം. ഫദല്ല അലാ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർക്കുൻ അക്ബർ. അപ്പോൾ എന്ത് തെളിഞ്ഞു, ജിന്നുകളോട് കാവൽ തേടുക എന്നത് വൻ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക്. വലൗ സുമ്മിയത്ത് ബിഗൈരി ഷിർക്ക്, അത് ഷിർക്കല്ല എന്ന് പേര് വെച്ചാലും, ഇനിയിപ്പോൾ ഷിർക്കല്ല മറ്റേതാണ് വർഷന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താണ് ഷിർക്കുൽ അക്ബറ. ലൗ സുമ്മിയത്ത് ബിൽ ഇസ്തിഖ്ദാമി ഔ സാരി ഔ മാ അശ്ബഹ ദാലിക മിനൽ അസ്മാ. ഇസ്തിഖ്ദാം, സാർ, അങ്ങനെ എന്ത് പേര് പറഞ്ഞാലും ജിന്നുകളോടുള്ള കാവൽത്തേട്ടം ഷിർക്ക് തന്നെ. ഫൽ വാജിബു അന്നൽ ഇൻസ യതൂബൂന ഇലല്ലാഹി സുബ്ഹാനഹു വതആല മിൻ മുമാരസത്തി ഹാദിഹിൽ അഅമാലി മഅൽ ജിന്നി. ജിന്നുകളുമായുള്ള ഇത്തരം ഇടപാടുകളിൽ നിന്ന് തൗബ ചെയ്ത് മനുഷ്യൻ മടങ്ങലാണ് നിർബന്ധം. വൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. വൽ വാജിബു അലൽ ജിന്നി, ജിന്നുകൾക്ക് മേൽ നിർബന്ധമാണ് അൻ യതൂബു ഇലല്ലാഹി മിൻ ഇദ്ലാലിൽ ഇൻസി വ ഇഗ്വാഇഹിം. മനുഷ്യരുടെ വഴി വിറപ്പിക്കൽ നിന്നൊക്കെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മാറി നിൽക്കലാണ്. ലി അന്നൽ കുല്ല ഇബാദും മിൻ ഇബാദില്ല. കാരണം ഇവർ രണ്ട് കൂട്ടരും അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട അടിമകളാ. യജിബു അലൈഹിം മഖാഫത്തുല്ലാഹി വഖശ്യത്തിഹി വറഗ്ബത ഇലൈഹി. അള്ളാഹുവിനെ ഭയപ്പെടുക, അവനോട് ഖുശൂ ഉണ്ടാവുക, അവനിൽ ഭയമുണ്ടാവുക എന്നതാണ് നിർബന്ധമായത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക്. വത്വാഅത്തിഹി, അവനനുസരിക്കുക എന്നുള്ളത്. വത്വാഅത്തു റുസുലിഹി, അവൻ്റെ മുർസലീങ്ങളെ അനുസരിക്കലും. വത്തർക്കു മാ ഹറമല്ലാഹ്, അള്ളാഹു നിരോധിച്ചതിനെ, അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇആനത്തുൽ മുസ്തഫീദ് എന്ന സാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാഹ് അവരുടെ കിതാബിൽ പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫദഹുല്ലാഹ് എഴുതിയിട്ടുള്ള ഷറഹാണ് ഈ കിതാബ്. ഇനി ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജിന്നുകളോടുള്ള ഏത് സഹായത്തായിട്ടും കാവത്തായിട്ടും ഷിർക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, അതുപോലെ നമുക്കാർക്കും കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു അശരീരി കേട്ട് നിൽക്കുക, അപ്പോൾ ആ ശബ്ദത്തോടെ നമുക്ക് പ്രതികരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിടെ ഒരു പ്രയാസത്തിലാണ്, ഒരു ശബ്ദം കേട്ടു, ചിലപ്പോൾ മനുഷ്യനാവും മലക്കാം ജിന്നാം എന്ന് വിചാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ജിന്നെ കാക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ജിന്നാണെന്ന് നമുക്കെങ്ങനെ ഉറപ്പ്? അത് ഒരു സാധ്യതയല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് നമുക്ക് അനുവദനീയമായ കാര്യം അല്ല. ജിന്നാണ് ഉറപ്പിക്കാൻ നമുക്ക് മാർഗമല്ലല്ലോ. ഇനി ചില പണ്ഡിതന്മാർ കാഫിർ ജിന്നിനോട് തേടൽ ഷിർക്കും, മുസ്ലിം ജിന്നിനോടാണ് തേട്ടമെങ്കിൽ ഷിർക്കിലേക്കുള്ള വസീല, ഷിർക്കിലേക്കുള്ള മാർഗവും ഹറാമും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തഫ്സീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് രൂപത്തിലാണെങ്കിലും നിഷിദ്ധമാണ്, ഹറാമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണോ, ജിന്ന തന്നെയാണോ നമ്മളെങ്ങനെ ഉറപ്പിക്കുക? അപ്പോൾ കാഫിർ ജിന്ന് വന്നിട്ട് മുസ്ലിം ജിന്നാണെന്ന് വാദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളോടുള്ള കാവത്തേട്ടം, സഹായത്തേട്ടം വെറും ഷിർക്കിലേക്കുള്ള വെറും മാർഗം, വസീല മാത്രമല്ല, ഷിർക്ക് തന്നെയാകുന്നു എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം നമ്മൾ മുസ്ലിം ജിന്നിനോട് തേടൽ വസീലത്ത് ഷിർക്ക് മാത്രമാണ്, ഹറാമാണെന്ന് വെച്ചാൽ അതിലുള്ള പ്രശ്നം എന്താ? മുസ്ലിം ജിന്ന് ആണ് നമുക്കറിയണ്ടേ. മുസ്ലിം ജിന്നിനോട് ആണ് തേടുന്നെങ്കിലേ വസീലത്ത് ഷിർക്കാകുക. പക്ഷെ മുസ്ലിം ജിന്നിനോടാണ് നമ്മൾ തേടുന്നത്, നമുക്കതിനെ ഉറപ്പിക്കാൻ പറ്റും?
അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളോടുള്ള തേട്ടം ഷിർക്കാകുമെന്ന് മനസ്സിലാക്കലാണ് സൂക്ഷ്മത. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.